ട്രംപ് അല്ല അവസാന വാക്ക്. ഇവിടെ വേറെയും ആണുങ്ങളുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് റഷ്യ. ചബഹാർ വീണ്ടും ഇന്ത്യയുടെ കൈകളിലേക്ക്. ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇറാനുള്ള ചബഹാർ തുറമുഖത്തേക്ക് റഷ്യയും എത്തുന്നു. ഇറാനുമേൽ US പ്രഖ്യാപിച്ച ഉപരോധം അടുത്തിടെ ട്രംപ് ഭരണകൂടം ചബഹാറിനും ബാധകമാക്കിയിരുന്നു. ഇത് ഇന്ത്യക്ക് സമ്മാനിച്ചത് വലിയൊരു തിരിച്ചടിയാണ്. ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് പിന്നീട് US ഉപരോധം 2026 തുടക്കത്തിലേക്ക് വരെ മരവിപ്പിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ചബഹാറിലേക്ക് റഷ്യയും രംഗപ്രവേശനം നടത്തുകയാണ്. ഇത് US-നും പാകിസ്ഥാനും ഒരുപോലെ വെല്ലുവിളിയാകും. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, റഷ്യ എന്നിവിടങ്ങളിലേക്കും ഈ രാഷ്ട്രങ്ങളിലൂടെ യൂറോപ്പിലേക്കും കടന്നു ചെല്ലാനുള്ള ഇന്ത്യയുടെ ഏക അവസരമാണ് ചബഹാർ. അതേസമയം ചബഹാറിന് സമീപത്ത് ചൈനീസ് നിയന്ത്രണത്തിലും നിക്ഷേപത്തിലും പാകിസ്ഥാൻ ഗ്വാദർ തുറമുഖവും സജ്ജമാക്കുന്നുണ്ട്. ഇതിനിടെ ചബഹാറിൽ റഷ്യയുടെ പിന്തുണ കൂടി ലഭിക്കുന്നത് ഇന്ത്യക്ക് വലിയ കരുത്താകും എന്ന് വിലയിരുത്തൽ. നിലവിൽ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് നീളുന്ന നോർത്ത് സൗത്ത് ചരക്ക് നീക്ക ഇടനാഴിയുണ്ട്. ഈ ദീർഘദൂര റെയിൽ പദ്ധതിയെ ചബഹാറുമായി ബന്ധിപ്പിക്കാനാണ് റഷ്യ ഒരുങ്ങുന്നത്. ചബഹാറിൽ ഇന്ത്യയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾക്ക് ഇതോടെ കൂടുതൽ കരുത്തു പകരും. ചബഹാറിൽ നിന്ന് INSTC വഴി ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും വളരെ എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കും. അതിർത്തി സംഘർഷത്തിന്റെ പേരിൽ പാകിസ്ഥാനുമായി തെറ്റിപ്പിരിഞ്ഞ അഫ്ഗാൻ ഭരണകൂടം ചരക്ക് നീക്കത്തിനായി ഇപ്പോൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇന്ത്യയും ഇറാനെയുമാണ്. അഫ്ഗാനിൽ നിന്ന് ഏറെ അടുത്താണ് ചബഹാർ എന്നത് താലിബാൻ ഭരണകൂടത്തിനും നേട്ടമാകും. ചൈനയെ ഉന്നമിട്ട് പാകിസ്ഥാനിൽ സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന ആരോപണവുമായി അടുത്തിടെ ഇറാൻ രംഗത്ത് വന്നിരുന്നു. ഇതാകട്ടെ ചബഹാറിനും പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖത്തിനും സമീപത്താണ്. പാകിസ്ഥാനാണ് ഇതിന് ഒത്താശ ചെയ്യുന്നതെന്നും ഇറാൻ ആരോപിച്ചിരുന്നു. മേഖലയിൽ വ്യാപാര, വാണിജ്യ, ഊർജ്ജ മേഖലകളിൽ ചൈനയ്ക്കുള്ള ആധിപത്യത്തിന് തടസ്സമിടുക എന്നതാണ് സൈനിക താവളം ഒരുക്കുന്നതിലൂടെ അമേരിക്ക ഉന്നമിടുന്നത് എന്ന ആരോപണവും ഇറാൻ ഉയർത്തിയിരുന്നു. പാകിസ്ഥാനിൽ US സൈനിക താവളം വരുന്നത് ഇറാനും തിരിച്ചടിയാണ്. ദക്ഷിണ ഇറാനിലെ സിസ്താൻ ബലോചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം. ഇന്ത്യ വൻതോതിൽ നിക്ഷേപവും സാങ്കേതിക പിന്തുണയും നൽകി നിർമ്മിച്ച തുറമുഖമാണിത്. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചിരുന്നു. ചബഹാറിൽ നിന്ന് ഇറാന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകും വിധം 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽ പാതയും നിർമ്മിക്കുന്നുണ്ട്. ഇതുമായാണ് റഷ്യ ഇറാൻ ചരക്ക് നീക്ക ഇടനാഴി ബന്ധിപ്പിക്കുക. ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും 2014 ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബെഹഷ്മി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത്. ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് അന്ന് ബൈഡൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരുന്നു. ഇതാണ് ട്രംപിന്റെ ഉത്തരവിലൂടെ റദ്ദ് ചെയ്യപ്പെട്ടത്. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അടുത്തിടെയാണ്. 10 വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള കരാറിലാണ് 2 രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിലും പ്രധാന പങ്ക് വഹിക്കും. ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിന്റേതാണ്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ തുറമുഖം വലിയ സ്വാധീനം ചെലുത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം. എന്തായാലും ഇനി ആ പ്രതീക്ഷകളൊക്കെ മടങ്ങി വരികയാണ്. അയൽ രാജ്യമായ പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലെ സാധ്യതകൾ നേരിട്ട് പ്രയോജനപ്പെടുത്താൻ ഇതുവഴി ഇന്ത്യക്ക് സഹായകമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഊർജ്ജ സമ്പന്നമായ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തുറമുഖം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ, മധ്യേഷ്യ, യൂറോപ്പ് ഉൾപ്പെടുന്ന 7200 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ബഹുവിധ ഗതാഗത പദ്ധതിയായ INSTC-യിലും ഈ തുറമുഖം നിർണായകമായി നിലനിൽക്കും. 2003 ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഖത്വാമിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ തുറമുഖത്തിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു. 2015 മെയ് മാസത്തിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. അതിനുശേഷം 2016 മെയ് 23 നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലാണ് ഈ കരാർ ഉടമ്പടി വെച്ചത്. അതേസമയം ചബഹാർ ഒരു സമുദ്ര തുറമുഖമാണ്. ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അതിനപ്പുറത്തേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശനം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. 2024-25 വർഷത്തേക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചബഹാർ തുറമുഖത്തിന് 100 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ട്രംപിന്റെ ഉപരോധ നയം ചബഹാർ തുറമുഖത്തിന്റെ ഭാവിയിലും നിർണായകമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.